പരിശോധിക്കണം. ഇവരെല്ലാം എന്തിനാണ് ഈ ദുബായിൽ പോണത്, എപ്പോഴും ദുബായിൽ പോകണത്, ഇവരിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇവരെല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. MDMA എന്നൊരു പേരാണ്, അത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ തൂബാൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതിനകത്ത് സജിന നൂറുമായിട്ട് ബന്ധപ്പെട്ട പിന്നാമ്പുറത്ത് ഇതാണക്കുള്ള ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ പിന്നെ ഈ സജിന നൂറിനായിട്ട് ബന്ധപ്പെട്ട സകലമാന ആൾക്കാരുടെയും പശ്ചാത്തലം അന്വേഷിക്കണം, ബാക്ക്ഗ്രൗണ്ട്. ഈ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിരുന്ന ആൾക്കാരെ എന്തിനാണ് ഇവർ ദുബായിൽ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന പല വിദേശ രാജ്യങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നത്, ഇവരുടെ പിന്നിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇതെല്ലാം ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു ബാധ്യതയുണ്ട് ഗവൺമെൻറ്റിന്. കാരണം വളരെ വലിയ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡ്രഗ്സ് ക്യാരിയറാണ് പല ആൾക്കാരും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അവർ കേസ് കൊടുത്തുന്ന ഡിഫോമേഷൻ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നത് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരെയും ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ ആൾക്കാരെയും ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അന്വേഷണം ഇല്ലാത്തവരൊക്കെ വിടട്ടെ, ഉള്ളവരെയൊക്കെ എന്താ, കാരണം ഇതൊരു സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇവരുടെ അവിഹിതം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ കടന്നുപോയി, ഇഷ്ടം പോലെ വരാനുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇതിന് അവിഹിതം എന്ന് പറയുന്നത് ഇത് വേറെ മറ്റേ പണി. അപ്പോൾ ഈ മറ്റേ പണിക്ക് പോയ കഥയൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട, കാരണം നമുക്ക് ചുമ്മാ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് എല്ലാ യൂട്യൂബേഴ്സിനും പറ്റുന്നവർക്കൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് റീച്ച് കൂട്ടാം. അല്ലാണ്ട് പക്ഷേ ഗവൺമെൻറ് തലത്തിൽ വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓപ്പറേഷൻ തൂബാൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഡ്രഗ്സിനെ മുഴുവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക. കാരണം പുതിയ തലമുറയെ, ന്യൂ ജനറേഷൻ കുട്ടികളെ നശിപ്പിക്കുന്നത് ഈ ഡ്രഗ്സാണ്. ഇവന്മാരെല്ലാം മാഫിയകളെല്ലാം കാശ് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയാണ്, ക്യാരിയർമാർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. അപ്പോൾ ഇതെല്ലാം ക്യാരിയറാക്കും. കാരണം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ, എപ്പോഴും പോണ ആൾക്കാരെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ കടത്തി വിടാനുള്ള ഒരു മാർഗ്ഗമുണ്ട്, VIP ക്ലാസ്. ആ ഒരു VIP ഇതിലേക്കൂടെ ലോഞ്ചിൽ കൂടെ അവരിങ്ങ് ഇറങ്ങിപ്പോരും. അപ്പോൾ എക്കണോമിക് ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ ഇങ്ങ് ഇറങ്ങിപ്പോരും, അവർക്കധികം ചെക്കിംഗ് ഉണ്ടാവില്ല. കാരണം ഞാനെപ്പോഴും ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ പോകുന്ന ആളായിരുന്നു കേട്ടോ. കർണാടക ഹൈക്കോടതിയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് അറിയാം. അതുകൊണ്ട് ഇവർക്കൊന്നും ചെക്കിംഗ് ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതും പോയിച്ച് നമ്മളിങ്ങനെ എല്ലാം പരിശോധിച്ചിട്ടൊക്കെയാണ് നമ്മളെ വിടുന്നത്. പക്ഷേ എപ്പോഴും പോകുന്ന ആൾക്കാരെ, എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. വളരെ ഉത്തരവാദിത്തപ്പെട്ടോടുകൂടി ഇത് ഗവൺമെൻറ് തലത്തിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സജിനയുടെ ഓരോരോ ഈ വെളുപ്പീര് കണ്ടിട്ട് ചിരിയാണ്. ആരാണ് സജിനെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്? അത് ഫിറോസാണ്. സീരിയലിൽ സംഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കൂടി ചേർന്നുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് എന്നെ കൊണ്ടുപോയത്, കപ്പിൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഫെയിമായി. പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ സൗന്ദര്യം ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താനായിട്ട് ഈ ഫിറോസ് കൊണ്ടുവന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സജിനയ്ക്ക് മനസ്സിലായി ഇനി ഫിറോസിനെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാമെന്ന്. സജിന അങ്ങനെയുള്ളൊരു അത് സജിനയുടെ ഒരു വോയിസ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ